സിവിൽ ടെക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ടോപ്പിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി തൽക്കാലത്തേക്ക് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏതെങ്കിലും പോർഷൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എന്തായാലും തീർച്ചയായിട്ടും എടുത്തു തരുന്നതാണ്. അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലിടാം, അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് നോക്കാം. First question, when a point A is 20 above HP and 30 in front of VP, the plan is. അപ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് 20 എബോവ് HP യും 30 ഇൻ ഫ്രണ്ട് ഓഫ് VP യും വരികയാണെങ്കിൽ അതിൻ്റെ പ്ലാൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ 20 ബിലോ XY, ഓപ്ഷൻ ബി 20 എബോവ് XY, ഓപ്ഷൻ സി 30 എബോവ് XY, ഓപ്ഷൻ ഡി 30 ബിലോ XY. അപ്പം കഴിഞ്ഞ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തന്നെയാണ്. അപ്പം അതിൻ്റെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എന്തായാലും ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ. 30 ബിലോ XY ലൈനാണ് വരിക. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് എ കർവ് ജനറേറ്റഡ് ബൈ എ മൂവിങ് പോയിൻ്റ് ഓൺ ദ സർഫസ് ഓഫ് എ സിലിണ്ടർ ഓർ എ കോൺ ഇൻ എ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ ഈസ്. അപ്പം ഒരു കർവ് ജനറേറ്റ് ചെയ്യാണ് പോയിൻ്റ് ഓഫ് എ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ ഓഫ് എ സിലിണ്ടർ. അപ്പം അതിന് നമ്മൾ എന്താ പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഹെലിക്സ്, ഓപ്ഷൻ ബി പാരാബോള, ഓപ്ഷൻ സി ഹൈപ്പർബോള, ഓപ്ഷൻ ഡി എലിപ്സ്. ഇത് നമ്മൾ പറയാത്ത പോർഷനാണ്. അറിയുന്നവരുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ലാത്തവരുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പോർഷൻസ് നോക്കാം. ഇത് മിസലേനിയസ് കർവ് എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ പോർഷൻസ് എന്നാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത്. മിസലേനിയസ് കർവിൻ്റെ നമുക്കൊന്ന് ഷോർട്ടായിട്ട് നോക്കാം. പോർഷൻസ് വൈഡായിട്ടൊന്നും ക്ലാസ് എടുക്കണില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് ഇങ്ങനെ പറയുകയാണ്. ആർക്കെങ്കിലും ഡീപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് മിസ്ലേനിയസ് കർവിൽ റൗലറ്റ്, സ്പൈറൽ കർവ്, ഹെലിക്സ്, പിന്നെ ഇതിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ നോക്കാനുണ്ട്. മിസ്ലേനിയസ് കർവിൽ ഫസ്റ്റ് റൗലറ്റാണ് വരുന്നത്. റൗലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗലറ്റ് ആർ ദ കർവ് ജനറേറ്റഡ് ബൈ എ ഫിക്സ്ഡ് പോയിൻ്റ് ഓൺ ദ സർക്കംഫറൻസസ് ഓഫ് എ റോളിംഗ് കർവ് വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് അലോങ് എ ഫിക്സ്ഡ് സ്ട്രെയിറ്റ് ലൈൻ ഓർ എ കർവ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ റൗലറ്റ്സ് എന്ന് പറയുന്നുണ്ട്. റൗലറ്റ്സിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സൈക്ലോയിഡ്, ട്രോക്കോയിഡ്, ഇൻവല്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്. സൈക്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈക്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അത് ഞാൻ ഡെഫിനിഷൻ ജസ്റ്റ് വായിക്കാം. ഇറ്റ്സ് എ കർവ് ജനറേറ്റഡ് ബൈ എ പോയിൻ്റ് ഓൺ എ സർക്കംഫറൻസസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് അലോങ് എ ഫിക്സ്ഡ് സ്ട്രെയിറ്റ് ലൈൻ. നമ്മളൊരു ഫിക്സ്ഡ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അവിടെ ഒരു സർക്കിൾ വെച്ചു. അപ്പം ഈ സർക്കിളിൻ്റെ പോയിൻ്റ് ഉണ്ടാവില്ലേ, ഔട്ടർ പോയിൻ്റ് തമ്മിൽ കണക്റ്റ് ചെയ്തിട്ട് നമ്മളൊരു കർവ് വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൈക്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവിടെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സൈക്ലോയിഡ്. ഒരു 2 റിങ് പോലത്തുണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ സൈക്ലോയിഡ് എന്ന് പറയുന്നത്. ഈ സൈക്ലോയിഡിൽ നമുക്ക് 2 എണ്ണം വേറെയും പഠിക്കാണ്ട്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് എപ്പി സൈക്ലോയിഡും അതുപോലെ തന്നെ ഹൈപ്പോ സൈക്ലോയിഡും. നമ്മൾ കുറച്ച് മുന്നേ വരച്ച ആ സർക്കിളിൻ്റെ പുറത്തു കൂടെ വേറൊരു റിങ് വെച്ചിട്ട് അതിൻ്റെ ഔട്ടർ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എപ്പി സൈക്ലോയിഡ് എന്ന് പറയും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻസൈഡിലൊരു സർക്കിൾ വെച്ചിട്ട് അതിൻ്റെ ഔട്ടറിലൂടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ ഹൈപ്പോ സൈക്ലോയിഡ് എന്ന് പറയും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനും വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു സർക്കിൾ വെച്ചിട്ടൊരു കർവ് വരച്ചു. അതിൻ്റെ മേലെ നമ്മളിപ്പം ഒരു സർക്കിൾ വെച്ചിട്ട് അതിൻ്റെ ഔട്ടറിൽ കൂടെ നമ്മളൊരു കർവ് വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എപ്പി സൈക്ലോയിഡ് എന്ന് പറയും.
ഈ സർക്കിൾ ഈ കർവിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറയും. പിന്നെ നമുക്ക് ട്രോക്കോയിഡാണ് നോക്കാനുള്ളത്. ട്രോക്കോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കർവ് ജനറേറ്റഡ് ബൈ എ പോയിൻറ്റ് ഫിക്സ്ഡ് ടു എ സർക്കിൾ ഇൻ സച്ച് എ വേ ദാറ്റ് ദ പോയിൻറ്റ് ഈസ് ലൈയിങ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ സർക്കംഫറൻസ് ഓഫ് എ റോളിംഗ് സർക്കിൾ. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ട്രോക്കോയിഡ് എന്ന് പറയും. ട്രോക്കോയിഡിലും നമുക്ക് സുപ്പീരിയർ ട്രോക്കോയിഡ്, ഇൻഫീരിയർ ട്രോക്കോയിഡ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ ഒരു കേവ് നമുക്ക് കിട്ടി, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ ഇതിൻ്റെ പുറത്തു കൂടെ നമ്മളൊരു സർക്കിൾ വെച്ചിട്ട് തന്നെയാണ് അടുത്ത കേവും വരയ്ക്കുന്നത്. പക്ഷേ കുറച്ചൊന്ന് നമ്മൾ വരച്ചപ്പം സർക്കിളിൻ്റെ ഔട്ട് സൈഡ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു സർക്കിൾ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ തമ്മിൽ കണക്ട് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഈ കേവിൻ്റെ ഔട്ട് സൈഡിൽ അങ്ങനെ സെൻറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ സുപ്പീരിയർ ട്രോക്കോയിഡ് എന്ന് പറയും. ഇതിൻ്റെ ഇൻസൈഡിൽ നമ്മൾ സെൻറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഇൻഫീരിയർ ട്രോക്കോയിഡ് എന്ന് പറയും. അപ്പം അതും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇൻവല്യൂട്ട്സ് ആണ്. ഇൻവല്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ curve formed with the tangent of a circulating circle. അപ്പോൾ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ഒരു സർക്കിൾ ഉണ്ട്. അപ്പം ഇതിൻ്റെ ടാൻജൻറ്റ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻവല്യൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പം ടാൻജൻറ്റ് ഇങ്ങനെ കിട്ടും. ഇതേ രീതിയിൽ നമ്മളിങ്ങനെ ടാൻജൻറ്റ് വരച്ചിട്ട് അത് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉച്ചിനെ പോലെ ഏകദേശം വരികയാണ്. ഞാനിപ്പോൾ വരച്ചപ്പം ഉച്ച പോലെ ഒന്നും ആയില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതുപോലെയാണ് നമുക്ക് ഇൻവല്യൂട്ട്സിൻ്റെത് വരിക. ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഇൻവല്യൂട്ട്സ് എന്ന് പറയാം. പിന്നെ നമുക്ക് സെക്കൻഡ് വൺ സ്പൈറൽ കർവ് നോക്കാം. സ്പൈറൽ കർവ് ആണെങ്കിൽ ഇറ്റ്സ് എ റേസ്ഡ് by a point moving along a line in one direction, which line is rotating in a plane about one of its end or any point on it. അതിൻ്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയാണ് നമ്മുടെ സ്പൈറലിൻ്റെ ഷേപ്പ് വരിക. അപ്പം സ്പൈറലിനെ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അരിത്തമാറ്റിക്കലും ലോഗരിതമിക്കലും എന്ന് പറഞ്ഞിട്ട്. അതിൽ അരിത്തമാറ്റിക്കൽ ആണെങ്കിൽ ഇവർ തമ്മിൽ ഇൻക്രീസിങ് ആംഗിൾ ആയിരിക്കും വരിക ഈ ഒരു ഇത് വരയ്ക്കുന്ന സമയത്ത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, അങ്ങനെ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ കൺഫ്യൂഷൻ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം എല്ലാ പോർഷനും പോയാലോ, അതുകൊണ്ട് ഞാൻ അത് പറയണില്ല. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഹെലിക്സ് ആണ്. ഹെലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കർവ് ജനറേറ്റഡ് ബൈ എ പോയിൻറ്റ് വിച്ച് മൂവ്സ് അറൗണ്ട് ദ സർഫസ് ഓഫ് എ സർക്കുലർ സിലിണ്ടർ ഓർ കോൺ. അങ്ങനെയാണെങ്കിൽ പറയുന്നതാണ് ഹെലിക്സ്. ഹെലിക്സിൻ്റെ ഷേപ്പ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇത്രയാണ് നമുക്കിതിൻ്റെ വ്യൂസ് നോക്കാനുള്ളത്. അപ്പം ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷനും കൂടെ ഞാൻ കാണിക്കാം. ഡെഫിനിഷൻ വരുന്ന സമയത്ത് സൈക്ലോയിഡിൻ്റെ നോക്കുമ്പോൾ ഇറ്റ്സ് എ ലോക്കസ് ഓഫ് എ പോയിൻറ്റ് ഓൺ ദ പെരിഫറി ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് ഓൺ ദ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ആണെങ്കിൽ നമ്മൾ സൈക്ലോയിഡ് എന്ന് പറയും. അതിനെ നമ്മൾ എപ്പിസൈക്ലോയിഡും ഹൈപ്പോസൈക്ലോയിഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൈക്ലോയിഡ് ആണെങ്കിൽ ഇഫ് ദ സർക്കിൾ ഈസ് റോളിംഗ് ഓൺ അനദർ സർക്കിൾ ഫ്രം ഔട്ട്സൈഡ് ആണെങ്കിൽ എപ്പിസൈക്ലോയിഡ് പറയും. ഹൈപ്പോസൈക്ലോയിഡ് ഇഫ് ദ സർക്കിൾ ഈസ് റോളിംഗ് ഫ്രം ഇൻസൈഡ് ദ അതർ സർക്കിൾ ആണെങ്കിൽ നമ്മൾ ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറയും. പിന്നെ ട്രോക്കോയിഡിൻ്റെത് സുപ്പീരിയർ ട്രോക്കോയിഡും ഇൻഫീരിയർ ട്രോക്കോയിഡും കാണിച്ചിട്ടുണ്ട്. ഇൻഫീരിയർ ആണെങ്കിൽ ഇറ്റ്സ് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ഇൻഫീരിയർ ട്രോക്കോയിഡ്. സുപ്പീരിയർ ട്രോക്കോയിഡ് ആണെങ്കിൽ ഇഫ് ദ പോയിൻറ്റ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് എ സൈക്ലോയിഡ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ അതിനെ നമ്മൾ സുപ്പീരിയർ ട്രോക്കോയിഡ് എന്ന് പറയും. പിന്നെ നമുക്ക് ഇൻവല്യൂട്ട്സ് ആണ് നോക്കാനുള്ളത്. ഇറ്റ്സ് എ ലോക്കസ് ഓഫ് എ ഫ്രീ എൻഡ് ഓഫ് എ സ്ട്രിങ് വെൻ ഇറ്റ്സ് വൗണ്ടഡ് റൗണ്ട് എ സർക്കുലാർ പോൾ ആണെങ്കിൽ നമ്മൾ ഇൻവല്യൂട്ട്സ് എന്ന് പറയും, ആ ഒരു കൊച്ചിൻ്റെ ആകൃതി. പിന്നെ സ്പൈറലാണ്. സ്പൈറൽ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കർവ് ജനറേറ്റഡ് ബൈ എ പോയിൻറ്റ് വിച്ച് റിവോൾവ്സ് അറൗണ്ട് എ ഫിക്സ്ഡ് പോയിൻറ്റ് ആൻഡ് ദ സെയിം മൂവ്സ് ടുവേർഡ്സ് ഇറ്റ് ആണെങ്കിൽ നമ്മളതിന് സ്പൈറൽ എന്ന് പറയും.
പിന്നെ ലാസ്റ്റ് വൺ ഹെലിക്സ് ആണ്. ഇറ്റ്സ് എ കർവ് ജനറേറ്റഡ് ബൈ എ പോയിൻറ്റ് വിച്ച് മൂവ്സ് അറൗണ്ട് ദ സർഫസ് ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഓർ കോൺ ആൻഡ് അറ്റ് ദ സെയിം ടൈം അഡ്വാൻസ് ഇൻ ആക്സിയൽ ഡയറക്ഷൻ അറ്റ് ദ സ്പീഡ് ബിയറിംഗ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ആണെങ്കിൽ നമ്മളതിന് ഹെലിക്സ് എന്ന് പറയും. നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ വായിച്ച് നോക്കാം. എ കർവ് ജനറേറ്റഡ് ബൈ എ മൂവിങ് പോയിൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് എ സിലിണ്ടർ ഓർ കോൺ ഇൻ എ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ ആണെങ്കിൽ എന്താ പറയാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എ ഹെലിക്സ് ആണ്, ഓപ്ഷൻ ബി പരാബോളയാണ്, ഓപ്ഷൻ സി ഹൈപ്പർബോളയാണ്, ഓപ്ഷൻ ഡി എലിപ്സ് ആണ് വരുന്നത്. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ഹെലിക്സ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. പിന്നെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, വേർട്ടിക്കൽ ലൈൻ ഹാസ് ഡാഷ് ട്രേസ് ഓൺലി. നമ്മളിപ്പോൾ ഒരു വേർട്ടിക്കൽ ലൈന് വരയ്ക്കുകയാണെങ്കിൽ അതിന് ഏത് ട്രേസാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേർട്ടിക്കൽ ലൈനിന് ഏത് ട്രേസ് ആയിരുന്നു ഉണ്ടാവുക? ഹൊറിസോണ്ടൽ ട്രേസ് ആണ് ഉണ്ടാവുക. നമ്മൾ ഓപ്ഷനിൽ വായിക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ, ഓപ്ഷൻ ബി വേർട്ടിക്കൽ, ഓപ്ഷൻ സി ഇൻക്ലൈൻഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അത് നമ്മളിപ്പോൾ ഒരു വേർട്ടിക്കൽ ലൈന് വരയ്ക്കുകയാണെങ്കിൽ അത് പോയിട്ട് മുട്ട ഹൊറിസോണ്ടൽ പ്ലേസിലാണ്. അപ്പം അതിന് ഹൊറിസോണ്ടൽ ട്രേസ് ആണ് ഉണ്ടാവുക. അപ്പം ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ ആണ്. പിന്നെ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊജക്ഷൻ ഓഫ് എ പോയിൻറ്റ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻ്റ് ഈസ്. നമ്മൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരയ്ക്കണം. പ്രൊജക്ഷനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസും വായിച്ച് നോക്കാം. ഓപ്ഷൻ എ ബോത്ത് പ്ലാൻ ആൻഡ് എലിവേഷൻ എബോവ് XY ലൈൻ, ഓപ്ഷൻ ബി പ്ലാൻ എബോവ് XY ലൈൻ ആൻഡ് എലിവേഷൻ ബിലോ XY ലൈൻ, ഓപ്ഷൻ സി പ്ലാൻ എബോവ് XY ആൻഡ് എലിവേഷൻ ബിലോ XY, ഓപ്ഷൻ ഡി പ്ലാൻ ബിലോ XY ആൻഡ് എലിവേഷൻ എബോവ് XY ലൈനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാനും എലിവേഷനും എബോവ് XY ലൈനാണ് വരിക. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ബോത്ത് പ്ലാൻ ആൻഡ് എലിവേഷൻ എബോവ് XY ലൈൻ. ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലെയിൻ ഹാവിങ് ലിമിറ്റഡ് തിക്നെസ് കോൾഡ്. നമ്മളിപ്പം ഒരു പ്ലെയിനിന് ലിമിറ്റഡ് തിക്നെസ് ആണെങ്കിൽ അതിനെന്താ പറയുക എന്നാണ് ചോദിക്കുക. അതിന് നമ്മൾ ഒരു ലാമിന എന്നാണ് പറയുക. നമുക്കിപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സോളിഡ്, ഓപ്ഷൻ ബി ലാമിന, ഓപ്ഷൻ സി ക്യൂബ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾ ഇതും എടുക്കാത്ത പോർഷൻ തന്നെയാണ്. അപ്പം ഇതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേ രീതിയിൽ തന്നെ നോക്കി വെച്ചാൽ മതി. ഈ പ്ലെയിൻ ഹാവിങ് ലിമിറ്റഡ് തിക്നെസ് ആണെങ്കിൽ അതിന് നമ്മൾ ലാമിന എന്നാണ് പറയുക. അപ്പം ഫിഫ്ത്തിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ഇനി നമുക്ക് സിക്സ്ത്ത് നോക്കാം. സിക്സ്ത് ക്വസ്റ്റ്യനിൽ ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ പ്ലാൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡ്രോയിങ്. നമ്മളിപ്പം തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ പ്ലാന് എവിടെയാണ് വരയ്ക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് ആദ്യം നോക്കാം. ബിലോ എലിവേഷൻ, ടോപ്പ് ഓഫ് എലിവേഷൻ, സൈഡ് ഓഫ് എലിവേഷൻ, നൺ ഓഫ് ദീസ്. അപ്പം ഓപ്ഷൻ വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യുക. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ പ്ലാന് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലാന് നമ്മൾ മുകളിലും എലിവേഷൻ താഴെയാണ് വരയ്ക്കുക. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ എലിവേഷൻ്റെ എവിടെയാണ് നമ്മൾ പ്ലാന് വരയ്ക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഇതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ വരിക. ഇവിടെ എലിവേഷൻ വരും, ഇവിടെ പ്ലാന് വരും. അപ്പോൾ നമ്മൾ പ്ലാന് എലിവേഷൻ്റെ എവിടെയാണ് വരയ്ക്കുന്നത്? ടോപ്പ് ഓഫ് ദ എലിവേഷനിലാണ് നമ്മൾ പ്ലാന് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ ടോപ്പ് ഓഫ് ദ എലിവേഷൻ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. പിന്നെ നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ലൈൻ AB 60 mm ലോങ് ഇൻക്ലൈൻഡ് 60 degree to HP ആൻഡ് പാരലൽ ടു VP. ദ ലെങ്ത് ഓഫ് ദ പ്ലാൻ വ്യൂ ഈസ് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതൊരു പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇപ്പം ലൈൻ AB എന്ന് പറയുന്നത് ഇൻക്ലൈൻ 60 degree to HP ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇത് ആംഗിൾ ആണെങ്കിൽ ഇവിടെ 60 degree വരും. ഇവിടെ ആൻഡ് പാരലൽ ടു VP ആണ്.
ഈ ലൈനിൻ്റെ ലെങ്ത്ത് 60 mm എന്നും നമുക്ക് തന്നിട്ടുണ്ട്. പാരലൽ ടു വി പി എന്ന് പറയുമ്പം ഇങ്ങനെ ലൈൻ വരും. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ ഒരു ലെങ്ത്താണ്. ഈ ഒരു ലെങ്ത്ത് കാണാൻ നമുക്കിപ്പോൾ ഇതൊരു ട്രയാങ്കിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ലെങ്ത്തും സെയിം ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ട്രയാങ്കിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസൻറ്റ് സൈഡായിട്ടാണ് പറയുക. നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിന് ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഹൈപ്പോട്ടനസ്, അതുപോലെ തന്നെ സൈഡ് ആൻഡ് ഓപ്പോസിറ്റ് ആംഗിൾ, സൈഡ് അഡ്ജസൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പായിട്ട് അതിൻ്റെ പേര് പറയും. അപ്പോൾ നമുക്ക് ആംഗിൾ തന്നിട്ടുള്ളത് ഇതാണ്, നമുക്ക് 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് 60 mm എന്ന് പറഞ്ഞിട്ടും ഈ സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 ഇപ്പം ആംഗിൾസിൽ പറയുകയാണെങ്കിൽ തന്നെ സൈൻ, കോസ്, ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ കോസ് എന്ന് പറയുന്ന സമയത്ത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് വരുന്നത്. സൈൻ എന്ന് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ എന്ന് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്സ്. അപ്പം ഇതിൽ ഓരോന്ന് ഇപ്പോൾ തീറ്റേൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പം ഓരോ വാല്യൂ കൊടുക്കും. ഇപ്പം നമുക്കിവിടെ 60 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുന്ന സമയത്തും അതിന് നമുക്ക് ആ ആംഗിൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. അപ്പം ആ വാല്യൂസും നമ്മൾ കറക്റ്റ് പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ അതിൽ തീറ്റേൻ്റെ സ്ഥാനത്ത് 0 ഡിഗ്രി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൈൻ 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ വാല്യൂ 0 ആണ് വരിക. അതുപോലെ കോസ് 0 ആണെങ്കിൽ 1, ടാൻ 0 ആണെങ്കിൽ 0. പിന്നെ സൈൻ 30 ഡിഗ്രി ആണെങ്കിൽ 1/2, കോസ് 30 ഡിഗ്രി ആണെങ്കിൽ √3/2, ടാൻ 30 ഡിഗ്രി ആണെങ്കിൽ 1/√2. പിന്നെ സൈൻ 45 ഡിഗ്രി ആണെങ്കിൽ 1/√2, കോസ് 45 ഡിഗ്രി ആണെങ്കിൽ 1/√2, ടാൻ 45 ഡിഗ്രി ആണെങ്കിൽ 1. അതിൽ സൈനിലും കോസിലും സെയിം വാല്യൂസാണ് വരുന്നത്. പിന്നെ സൈൻ 60 ഡിഗ്രി ആണെങ്കിൽ √3/2, കോസ് 60 ഡിഗ്രി ആണെങ്കിൽ 1/2, ടാൻ 60 ഡിഗ്രി ആണെങ്കിൽ √3. പിന്നെ ഇതിൻ്റെ തന്നെ 90 ആംഗിൾ വരുമ്പം സൈൻ ആണെങ്കിൽ 1, കോസ് ആണെങ്കിൽ 0, ടാൻ ആണെങ്കിൽ നോട്ട് ഡിഫൈൻഡ്. അപ്പം ഇതിൻ്റെ തന്നെ തല തിരിച്ചാൽ കിട്ടുന്ന പോലെയാണ് നമ്മളിപ്പം കൂട്ട്, സീക്ക്, കൊസീക്ക് വരുന്നത്. സൈന് നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അതുപോലെ നമ്മൾ കൊസീക്കിലേക്ക് വരുന്ന സമയത്ത് സൈന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. നമ്മൾ കൊസീക്കിലേക്ക് വരുന്ന സമയത്ത് ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് കൊസീക്കിൻ്റെ വാല്യൂ കിട്ടും. അപ്പം സൈന്, കോസ്, ടാൻ എന്നുള്ള വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സൈൻ 30 1/2 കിട്ടി. അപ്പോൾ നമുക്ക് കൊസീക്ക് ആണെങ്കിൽ 2 എന്നുള്ള വാല്യൂ, അതായത് ആ 1/2നെ തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക, 1/√2 ആണെങ്കിൽ കൊസീക്ക് 45 എന്ന് പറയുന്ന സമയത്ത് √2 ആണ് ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുകയാണെങ്കിൽ സൈന്, കോസ്, ടാന് പഠിച്ചു വെച്ചാൽ തന്നെ മറ്റേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാം പഠിക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നല്ല നോക്കുക. അപ്പം ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത് സൈൻ 30ൻ്റെ വാല്യൂ ആയിരിക്കും കോസ് 60ക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ കോസ് 60ൻ്റെതാണ് സൈൻ 30ക്ക് ഉണ്ടാവുക. അപ്പം അങ്ങനെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയാവുമ്പം സൈനിൻ്റെതും കോസിൻ്റെതും മാത്രം വാല്യൂ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് എല്ലാത്തിൻ്റെതും ആൻസർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ വാല്യൂസൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്കിപ്പോൾ ഈ പ്രോബ്ലം റിലേറ്റഡ് ആവശ്യമുള്ളതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓക്കെ എന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചു വെക്കുക. എന്തായാലും ഈ പ്രോബ്ലത്തിന് മാത്രമല്ല, എന്നാലും നമുക്ക് ഇതിൽ ഒരുവിധം പ്രോബ്ലംസിനൊക്കെ നമുക്കിത് ആവശ്യം വരും. അറിഞ്ഞില്ല എന്നുള്ളതിനെ കൊണ്ട് നമുക്ക് ആൻസർ തെറ്റാൻ പാടില്ല. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ട്രയാങ്കിളായിട്ട് നമ്മൾ എടുത്തു. അപ്പം ഇവിടെ ഞാൻ അതിൻ്റെ സൊല്യൂഷൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ വേറെ അത് കാണിക്കാം. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് സൊല്യൂഷനായിട്ട് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ട്രയാങ്കിളിൽ തന്നിട്ടുള്ളത് കോസാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഇവിടെ ആംഗിൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി, നമുക്ക് ഇവിടെയും തന്നിട്ടുണ്ട്. ഇനി ഇത് കാണേണ്ടതിനെ കൊണ്ട് കോസാണ് നമ്മൾ എടുക്കുന്നത്. കോസ് തീറ്റയാണ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ കോസ് തീറ്റ എടുക്കുകയാണെങ്കിൽ കോസ്
നമുക്ക് തീറ്റ ആംഗിൾ ഏതാണ് വരുന്നത് 60 ഡിഗ്രിയാണ്. അപ്പം ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡിന് ഞാൻ എ എന്ന് കാണിക്കുന്നുണ്ട്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് നമുക്ക് 60 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 16 ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് കോസ് 16ൻ്റെ വാല്യൂ 1/2 ആണ്, ഇൻറ്റു 60 വരും. അപ്പം 1/2 ഇൻറ്റു 60 എന്ന് പറയുമ്പം 30 ആണ് നമുക്ക് ആൻസർ വരിക. അപ്പം ഇതിൽ ഓപ്ഷൻസ് നമ്മൾ വായിച്ച് നോക്കിയാൽ കാണാം. ഓപ്ഷൻ എ 60 mm, ഓപ്ഷൻ ബി 30 mm, ഓപ്ഷൻ സി 42.5 mm, ഓപ്ഷൻ ഡി 52.5 mm. അപ്പം നമുക്ക് ആൻസർ വരുന്നത് 30 ആണ്. അപ്പോൾ ഇത് ആൻസർ എങ്ങനെയാണ് കിട്ടുക ഞാൻ ഒന്നുകൂടെ സ്ക്രീനിൽ കാണിക്കാം. ഇതിൽ കോസ് തീറ്റ, സൈൻ തീറ്റ, ടാൻ തീറ്റ എന്താണ് വാല്യൂ എന്നുള്ളതും ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് കാണുന്നതെന്ന് ആ ഒരു ഇക്വേഷൻ പോലെ. പിന്നെ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനും കാണിച്ചിട്ടുണ്ട്. പ്ലാൻ വ്യൂ ഓൺ HP ഈക്വൽ ടു 60 കോസ് 60 ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 60 പിന്നെ കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. 1/2ൻ്റെ വാല്യൂ 0.5 ആണ് വരുന്നത്. അപ്പം 30 mm ആണ് നമുക്കതിൻ്റെ ലെങ്ത്ത് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും കറക്റ്റ് കിട്ടിയെന്ന് വിചാരിക്കണം. ഓപ്ഷൻ ബി ആണ് 30 mm. പിന്നെ നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ ദ പ്ലെയിൻ സർഫസ് വിച്ച് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് യൂസ്ഡ് ഫോർ പ്രൊജക്റ്റിംഗ് ദ വ്യൂ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ്. നമ്മളൊരു വ്യൂവിനെ പ്രൊജക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യണം ആ ഒരു പ്ലെയിൻ, ആ ഒരു സർഫസിനെ നമ്മൾ എന്താ പറയാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ വായിച്ച് നോക്കിയാൽ ഓപ്ഷൻ എ പ്രിൻസിപ്പൽ പ്ലെയിൻ, ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഓപ്ഷൻ സി വെർട്ടിക്കൽ പ്ലെയിൻ, ഓപ്ഷൻ ഡി നൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ പ്ലെയിനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് തന്നെയാണ്. ഇതിൽ നമുക്ക് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബിയും സിയും പ്രിൻസിപ്പൽ പ്ലെയിൻ തന്നെയാണ്. പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും റെഫറൻസ് പ്ലെയിനും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. അപ്പം ഇതിൽ വലിയ കൺഫ്യൂഷനൊന്നുമില്ല, നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റണം എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ടെട്രാഹെഡ്രോൺ വിൽ ബി. നമ്മൾ ഒരു ടെട്രാഹെഡ്രോൺ ഡെവലപ്മെൻറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പ്ലാറ്റോണിക് സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനിൽ നമുക്ക് കവർ ചെയ്യാനുള്ള ഏരിയ ആണ്. ഇതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഓപ്ഷൻ വായിച്ചാൽ ഓപ്ഷൻ എ സ്ക്വയർ, ഓപ്ഷൻ ബി ട്രയാങ്കിൾ, ഓപ്ഷൻ സി സെക്ടർ, ഓപ്ഷൻ ഡി റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഡീറ്റെയിൽസിൽ പഠിക്കാനുള്ളത്. അതിൽ ടെട്രാഹെഡ്രോൺ, ക്യൂബ് ഓർ ഹെക്സാഹെഡ്രോൺ, ഒക്ടാഹെഡ്രോൺ, ഡൂഡെക്കാഹെഡ്രോൺ, ഇക്കാസഹെഡ്രോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് ഫേസസ് നോക്കാം. ഫേസസ്, എഡ്ജസ്, വേർട്ടിസസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ വാല്യൂസൊക്കെ നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെക്കണം. അപ്പം ഫേസസ് എന്ന് വരുന്ന സമയത്ത് ടെട്രാഹെഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സമൂസ പോലെ ആലോചിച്ചാൽ മതി. അതിനെ നമ്മൾ ആ ഒരു ഷേപ്പിൽ വരുന്നതാണ് ടെട്രാഹെഡ്രോൺ. ഞാൻ ഇവിടെ പിക്ചറിൽ കാണിച്ചു തരാം. ഇതാണ് ടെട്രാഹെഡ്രോൺ. ടെട്രാഹെഡ്രോണിന് ട്രയാങ്കിൾ ആയിട്ടുള്ള ഫേസസ് ആണുള്ളത്. അപ്പം അതിനുള്ളത് 4 ഫേസസ് ആണ്. 4 ഫേസസ് നമ്മളിപ്പോൾ ആ ടെട്രാഹെഡ്രോണിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിപ്പം സമൂസ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ നോക്കുമ്പം 1 2 3 4 ഫേസസ് ആണ് ഇതിന് വരുന്നത്. പിന്നെ അതിന് വരുന്ന എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എഡ്ജസ് ആണ്. അതുപോലെ തന്നെ 4 വെർട്ടിസസും ആണ് അതിനുണ്ടാവുക. അതങ്ങനെ തന്നെ നോക്കുക. പിന്നെ നമുക്ക് ക്യൂബ് ഓർ ഹെക്സാഹെഡ്രോൺ. ക്യൂബ് ഓർ ഹെക്സാഹെഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ക്യൂബ്. അപ്പം ഇതാണ് നമ്മൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് അല്ലെങ്കിൽ ഹെക്സാഹെഡ്രോൺ എന്ന് പറയും. അപ്പം അതിന് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? 8 വേർട്ടസസും 12 എഡ്ജസും 6 ഫേസസും ആണ് അതിനുള്ളത്. ടെട്രാഹെഡ്രോണിനാണെങ്കിൽ 4 ഫേസ്, 6 എഡ്ജ്, 4 വേർട്ടിസസ്. പിന്നെ നമുക്ക് ഒക്ടാഹെഡ്രോൺ ആണ് നോക്കേണ്ടത്. ഒക്ടാഹെഡ്രോണ് ട്രയാങ്കുലർ ഷേപ്പിൽ തന്നെ നമുക്ക് 8 ഫേസും 12 എഡ്ജും 6 വേർട്ടിസസും ആണ് അതിനുള്ളത്. ഇതാണ് നമ്മൾ ഈ ഒക്ടാഹെഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഓപ്പൺ ചെയ്യണ സമയത്ത് നമുക്ക് മനസ്സിലാവും. അതിനിപ്പം ഉള്ളത് 8 ഫേസസ് ആണുള്ളത്. ഇതാണ് അല്ലെങ്കിൽ വേറൊരു പിക്ചർ. നമ്മളിപ്പം
ഒക്ടാഹെഡ്രോൺ ആണ് പറഞ്ഞത്. അതിന് 8 ഫേസ്, 6 വേർട്ടിസസ്, 12 എഡ്ജസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഒക്ടാഹെഡ്രോൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് കിട്ടുക. ട്രയാങ്കിളാണ് മെയിനായിട്ട്. അതിൻ്റെ ഷേപ്പ് ട്രയാങ്കിൾ എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ചാൽ മതി. പിന്നെ ആ പോയിൻറ്റ്സും എത്ര ഫേസസ് ഉണ്ട്, എത്ര വേർട്ടിസസ് ഉണ്ട്, എത്ര എഡ്ജസ് ഉണ്ട് എന്നുള്ളത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡൂഡെക്കാഹെഡ്രോൺ ആണ്. ഡൂഡെക്കാഹെഡ്രോണിന് 12 ഫേസസും 30 എഡ്ജസും 20 വേർട്ടിസസും ആണുള്ളത്. അപ്പം അതും നമുക്ക് നോക്കാം. അതിൻ്റെത് വരുന്നത് പെൻഡഗണൽ ഷേപ്പാണ് വരുന്നത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മാറിപ്പോവാനും ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് പെൻഡഗണൽ ഷേപ്പിലുണ്ടാകുന്ന ഡൂഡെക്കാഹെഡ്രോൺ. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണ സമയത്ത് പെൻഡഗണൽ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. അതിനുണ്ടാവുന്നത് പെൻഡഗണൽ ഷേപ്പിലുള്ള നമുക്കതിന് 12 ഫേസസും 20 വേർട്ടിസസും 30 എഡ്ജസും ആണുള്ളത്. അപ്പം അതും അങ്ങനെ തന്നെ നോക്കി വെക്കുക. പിന്നെ ലാസ്റ്റ് വൺ ഇക്കോസാഹെഡ്രോൺ. അതിന് നമുക്കുള്ളത് 20 ഫേസസ് ആണ്. ഇക്കോസാഹെഡ്രോണിന് 20 ഫേസസ് നമുക്കിവിടെ കാണാം. അതും ട്രയാങ്കുലർ ഷേപ്പിൽ തന്നെയാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക. അതിൻ്റെ ഫേസസും വേർട്ടിസസും അതുപോലെ തന്നെ എഡ്ജസും നോക്കേണ്ടത് തന്നെയാണ്. ഇക്കോസാഹെഡ്രോണിന് 20 ഫേസും 12 വേർട്ടിസസും 30 എഡ്ജസും ആണ് നമുക്കുള്ളത്. അപ്പം ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കണ പോലെ അതിൻ്റെ ഓരോന്നും അങ്ങനെ തന്നെ നിങ്ങൾ നോക്കി പഠിച്ച് നോക്കി. അത് എഴുതി വെച്ചിട്ട് എന്തായാലും പഠിക്കണം. എക്സാമിന് എപ്പോഴും ചോദിക്കണത് തന്നെയാണ്. അപ്പം ഇതിൽ ഫസ്റ്റ് ടെട്രാഹെഡ്രോൺ മാത്രം നിങ്ങൾ സെപ്പറേറ്റ് പഠിച്ച് വെച്ചാൽ ബാക്കി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് കണക്റ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം എഡ്ജസ് വരുന്ന സമയത്ത് ഹെക്സാഹെഡ്രോണിനും ഒക്ടാഹെഡ്രോണിനും 12 ആണ്, സെയിം എഡ്ജസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡൂഡെക്കാഹെഡ്രോണും ഇക്കോസാഹെഡ്രോണും വരുന്ന സമയത്ത് 30 ആണ് നമുക്ക് എഡ്ജസ് വരുന്നത്. പിന്നെ വേർട്ടിസസിൻ്റെത് അതുപോലെ തന്നെ നോക്കുക. 8ഉം 6ഉം 6ഉം 8ഉം അങ്ങനെയാണ് ഇപ്പം ഹെക്സാഹെഡ്രോണിനും ഒക്ടാഹെഡ്രോണിനും വരുന്നത്. ഒക്ടാഹെഡ്രോണിൻ്റെ വേർട്ടിസസ് ആണ് നമ്മളിപ്പം ഹെക്സാഹെഡ്രോണിൻ്റെ ഫേസസ് ആയിട്ട് വരുന്നത്. കൺഫ്യൂസിങ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഈ വാല്യൂസ് മാത്രം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. അതിൻ്റെ ഫേസസ് ഈ പിക്ചറിൽ കാണുന്ന പോലെ എക്സ്പാൻഡ് ചെയ്തിട്ട് മൈൻഡിൽ ഫിക്സ് ആക്കി വെക്കുക. പിന്നെ ഇതിൻ്റെ ഷേപ്പ് നോക്കുക. ക്യൂബ് അല്ലെങ്കിൽ ഹെക്സാഹെഡ്രോണിൻ്റെത് ഇപ്പം സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡൂഡെക്കാഹെഡ്രോണിൻ്റെത് പെൻഡഗണൽ ഷേപ്പിലാണ് വരുന്നത്. അപ്പം അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ബാക്കി 3ഉം നമുക്ക് വരുന്നത് ട്രയാങ്കുലർ ഷേപ്പ് തന്നെയാണ്. അപ്പം അതിൻ്റെ ഷേപ്പ് നമുക്ക് മറന്നു പോവില്ല. അപ്പം എന്താണ് മറന്നു പോകുന്നത് വെച്ചാൽ അത് രണ്ടും മാത്രം ഓർത്താൽ മതി. ഹെക്സാഹെഡ്രോണും ഡൂഡെക്കാഹെഡ്രോണും നമുക്ക് ഷേപ്പ് വേറെയാണ് വരുന്നത്. ഡൂഡെക്കാഹെഡ്രോൺ ആണെങ്കിൽ പെൻഡഗണൽ ഷേപ്പും ഹെക്സാഹെഡ്രോൺ അല്ലെങ്കിൽ ക്യൂബായിട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്ക്വയർ ഷേപ്പുമാണ് വരുന്നത്. അപ്പം അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. പിന്നെ അന്നപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഡെവലപ്മെൻറ്റ് ഓഫ് എ ടെട്രാഹെഡ്രോൺ വിൽ ബി എന്ന് പറഞ്ഞിട്ടായിരുന്നു നമുക്ക് അത് ഏത് ഷേപ്പാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ എ സ്ക്വയർ, ഓപ്ഷൻ ബി ട്രയാങ്കിൾ, ഓപ്ഷൻ സി സെക്ടർ, ഓപ്ഷൻ ഡി റെക്റ്റാങ്കിൾ ആണ്. നമുക്ക് ആൻസർ വരുന്നത് ട്രയാങ്കിൾ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എ സോളിഡ് ബൗണ്ടഡ് ബൈ 12 ഈക്വൽ റെഗുലർ പെൻഡഗൺ ഈസ് നോൺ ആസ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ നോക്കാം. ഒക്ടാഹെഡ്രോൺ, ടെട്രാഹെഡ്രോൺ, ഇക്കോസാഹെഡ്രോൺ, ഡൂഡെക്കാഹെഡ്രോൺ. ഇതിൽ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡൂഡെക്കാഹെഡ്രോൺ ആണ്. അതിനാണ് 12 ഈക്വൽ പെൻഡഗണൽ ഷേപ്പ് വരുന്നത്. ആ പെൻഡഗൺ 12 പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഷേപ്പ് പഠിച്ചാൽ തന്നെ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും എല്ലാവരും കറക്റ്റ് അത് നോക്കുക. ഓപ്ഷൻ ഡി ഡൂഡെക്കാഹെഡ്രോൺ ആണ് ഇതിൻ്റെ ആൻസർ. പിന്നെ നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. എ പോയിൻറ്റ് പി ഈസ് എബോവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ദ പോയിൻറ്റ് ഈസ് ഇൻ. ഇപ്പം ഒരു പോയിൻ്റ് എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ എവിടെയാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏത് ക്വാഡ്രൻറ്റിലാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഓപ്ഷൻ ബി സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഓപ്ഷൻ സി തേർഡ് ക്വാഡ്രൻറ്റ്, ഓപ്ഷൻ ഡി ഫോർത്ത് ക്വാഡ്രൻറ്റ്. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്.
നമുക്ക് എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി വന്നാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, ഫസ്റ്റ് ക്വാഡ്രൻ്റ്. പിന്നെ നമുക്ക് 12th ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈൻ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. ദ എലിവേഷൻ ഓഫ് ദ ലൈൻ വിൽ ബി ഇൻ. അപ്പം അതിൻ്റെ എലിവേഷൻ എവിടെയാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എ ലൈൻ ഈസ് പ്ലേസ്ഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാ നോക്കണതിൻ്റെ മുന്നേ ഓപ്ഷൻ നോക്കാം. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എബോ വി പി, ഓപ്ഷൻ എ എബോ വി പി, ഓപ്ഷൻ ബി അറ്റ് എക്സ് വൈ ലൈൻ, ഓപ്ഷൻ സി വി പി, ഓപ്ഷൻ ഡി എച്ച് പി ആണ് വരുന്നത്. അപ്പോൾ 4 ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാവും. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരുന്നത്. എ ലൈൻ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഇൻ സച്ച് എ വേ ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി പാരലൽ ടു വി പി. നമ്മൾ ഇൻക്ലൈൻഡ് ടു എച്ച് പി പാരലൽ ടു വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എലിവേഷൻ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് വെച്ചിട്ടാണ് നമുക്ക് ഇത് നോക്കേണ്ടത്. എലിവേഷൻ വരുന്നത് ഒരു പോയിൻ്റാണ്. അപ്പോൾ പോയിൻ്റ് അത് നമുക്ക് വേർട്ടിക്കൽ പ്ലെയിനിലാണ് വരിക. അപ്പം അത് കണക്ട് ചെയ്തിട്ട് നോക്കുക. അപ്പം ആ ഒരു ഡീറ്റെയിലിംഗ് നമ്മൾ പഠിച്ചത് ഇതിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം 12th ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ സി വി പി ആണ് വരുന്നത്. 12th ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. എ ലൈൻ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. ദ എലിവേഷൻ ഓഫ് ദ ലൈൻ വിൽ ബി ഇൻ വി പി. നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13. A line is parallel to VP inclined to HP, then it has. അതിൻ്റെ ട്രേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബോത്ത് എച്ച് ടി ആൻഡ് വി ടി, ഓപ്ഷൻ ബി നോ വി ടി ഓൺലി എച്ച് ടി, ഓപ്ഷൻ സി ഓൺലി വി ടി നോ എച്ച് ടി, ഓപ്ഷൻ ഡി നോ വി ടി ആൻഡ് എച്ച് ടി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക ആദ്യം വായിച്ചിട്ട്. എ ലൈൻ ഈസ് പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആണ് പറയുന്നത്. അതായത് വി പിക്ക് പാരലലും ഇൻക്ലൈൻഡ് ടു എച്ച് പി. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പം ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ടാവും. അതിങ്ങനെ പോയിട്ട് ഹൊറിസോണ്ടൽ പ്ലേസിൽ ടച്ച് ചെയ്യണതിനെ കൊണ്ട് അതിന് ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ടാവും, അതിന് വേർട്ടിക്കൽ ട്രേസ് ഉണ്ടാവില്ല. അപ്പോൾ പാരലൽ ലൈൻ ആണെങ്കിൽ ഇത് വേർട്ടിക്കലും ഇത് ഹൊറിസോണ്ടലാണ് വരിക. ഇൻക്ലൈൻഡും ഇതിന് പാരലലും ആവുന്ന സമയത്ത് നമുക്ക് വേർട്ടിക്കൽ ട്രേസ് ഉണ്ടാവില്ല, ഹൊറിസോണ്ടൽ ട്രേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി നോ വേർട്ടിക്കൽ ട്രേസ് ഓൺലി ഹൊറിസോണ്ടൽ ട്രേസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അതായത് എ ലൈൻ ഈസ് പാരലൽ ടു വി പി ഇൻക്ലൈൻഡ് ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വേർട്ടിക്കൽ ട്രേസ് ഓൺലി ഹൊറിസോണ്ടൽ ട്രേസ് ആണ് ആൻസർ വരിക. പിന്നെ 14th ക്വസ്റ്റ്യൻ. വെൻ ദ എലിവേഷൻ ഓഫ് എ ലൈൻ ഈസ് എ പോയിൻറ്റ് ഇറ്റ് ഹാസ്. അതിന് 4 ഓപ്ഷൻ ആദ്യം നോക്കിയാൽ എ എച്ച് ടി, ബി വി ടി, സി എച്ച് ടി ആൻഡ് വി ടി, ഡി നണ്ണ്. അപ്പം വെൻ ദ എലിവേഷൻ ഓഫ് എ ലൈൻ ഈസ് എ പോയിൻ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന് പോയിൻ്റ് ആണെങ്കിൽ അതിന് ഹൊറിസോണ്ടൽ ട്രേസ് ആണോ വേർട്ടിക്കൽ ട്രേസ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ സമയത്ത് കുറേ കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. അതിന് എലിവേഷൻ പോയിൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിന് വേർട്ടിക്കൽ ട്രേസ് ആണ് ഉണ്ടാവുക. എലിവേഷൻ പോയിൻ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടീഷനിൽ നോക്കുന്ന സമയത്ത് എ ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി ടി എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് വരിക. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ എച്ച് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ട്രേസ്, ഓപ്ഷൻ ബി വി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കൽ ട്രേസ്, ഓപ്ഷൻ സി എച്ച് ടി ആൻഡ് വി ടി, ഓപ്ഷൻ ഡി നണ്ണാണ് വരുന്നത്.
അപ്പം പാരലൽ ടു എച്ച് പി പെർപെൻഡിക്കുലർ ടു ബി പി ആണ് നമുക്ക് എലിവേഷൻ പോയിൻ്റ് വരുന്നത്. അപ്പം ആ കണ്ടീഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കിതിൽ ഓപ്ഷൻ വരുന്നത് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ബി ആണ്, വേർട്ടിക്കൽ ട്രേസ്. അതിന് വേർട്ടിക്കൽ ട്രേസ് ആണ് ഉണ്ടാവുക, കാരണം പെർപെൻഡിക്കുലർ ടു വേർട്ടിക്കൽ ട്രേസ് ആണ് നമുക്ക് എലിവേഷൻ പോയിൻ്റ് വരുന്നത്. അപ്പം അത് വെച്ചിട്ട് നോക്കിയാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 15th ക്വസ്റ്റ്യൻ വരുന്നത് ദ കർവ് ജനറേറ്റഡ് ബൈ എ പോയിൻ്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് a circle which rolls without slipping along outside of another circle is known as. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഹൈപ്പോസൈക്ലോയിഡ്, ഓപ്ഷൻ ബി എപ്പിസൈക്ലോയിഡ്, ഓപ്ഷൻ സി സൈക്ലോയിഡ്, ഓപ്ഷൻ ഡി ട്രോക്കോയിഡ്. അപ്പം 4 ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ദ കർവ് ജനറേറ്റഡ് ബൈ എ പോയിൻ്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എലോങ് ഔട്ട്സൈഡ് ദ അനദർ സർക്കിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഔട്ട്സൈഡിൽ കൂടെ നമ്മൾ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എപ്പിസൈക്ലോയിഡ് എന്നാണ്. അപ്പം നമ്മളിപ്പം ഇന്ന് മിസ്ലേനിയസ് കർവ് എക്സ്പ്ലെയിൻ ചെയ്തപ്പം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് എല്ലാവർക്കും അത് കറക്റ്റ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഓപ്ഷൻ ബി എപ്പിസൈക്ലോയിഡാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും കറക്റ്റ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കാത്ത കുറച്ച് എക്സ്ട്രാ പോർഷൻസും ഈ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കറക്റ്റ് നോക്കുക. ക്വസ്റ്റ്യൻസ് ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ആ പോർഷൻ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നും കവർ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പം മിസ്ലേനിയസ് കർവ് ഒക്കെ ഒന്നുകൂടെ മൈൻഡിൽ ഫിക്സ് ആവണമെങ്കിൽ നമ്മൾ ജസ്റ്റ് വായിച്ച് പഠിക്കുന്നതിലും നല്ലത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.